ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കുകയാണേ. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ കാടമുട്ട പുഴുങ്ങാനുള്ളതാ. നമുക്ക് വലിയ ഹോൾസ് മതിയേ. ഇങ്ങനെ ഒരു സുന ഇതിലുണ്ട് കേട്ടോ. ഇതാ ഗാരോൻ്റെ കെറ്റിലിൻ്റെ പല സാധനമാണേ മുട്ട പുഴുങ്ങാനായിട്ടുള്ളത്. അത് അതിനുള്ളിൽ കുടുക്കിയാൽ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാനും എടുക്കാനും കൈ കൊള്ളാതെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ട്രയൽ ഒരു 6 മുട്ട പോകും കേട്ടോ. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഇത് വരുന്നത്. തൽക്കാലികം നമുക്ക് മുട്ടയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു കേട്ടോ ഞാനേ. എന്നിട്ട് ഞാൻ അതൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ. ഇന്നിപ്പോൾ ഞാൻ കാര്യമായിട്ട് ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ചോറുണ്ടേനു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് ഞാനും കുട്ടികളും ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരത്തിന് നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം, അതിനുള്ളതാണ്. അപ്പോൾ കറണ്ട് പോവാൻ ചെറിയൊരു ഇടിയും മഴേൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഞാൻ വേഗം മുട്ട പുഴുങ്ങി വെച്ചത് കേട്ടോ കെറ്റിൽ വെച്ചിട്ട്. മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കെറ്റിൽ കഴുകിയിട്ടൊന്നുമില്ല. ആ വെള്ളം ഒന്ന് ചുഴറ്റിയിട്ട് അവിടെ കവുത്തി വെച്ചിട്ട് കേട്ടോ. പ്രകൃതിയാണെങ്കിൽ മഴ പെയ്യണോ പെയ്യണ്ടേ പെയ്യണോ പെയ്യണ്ടേ എന്നുള്ളതിൽ നിൽക്കുകയാണ്. തൽക്കാലികം നമുക്ക് ഏതായാലും സമയം 4 മണി ആവാനായിക്കണം. ഇനിയിപ്പോൾ ഒരു ചായ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഉഷാറും ഉണ്ടാവില്ല പണിയെടുക്കാൻ. അപ്പം എന്നാലും ഇത്തിരി ചായയൊക്കെ ഇങ്ങോട്ട് കുടിച്ചിട്ട് കുറച്ച് എനർജിയിൽ ബാക്കി പണികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ച്. കൈ 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 അതിൻ്റെ ഇടയ്ക്ക് നീയെ കുട്ടി എവിടുന്നോ ഒരു 2 മാങ്ങയിട്ട് വന്നിക്കണ്. അതൊന്ന് ചെത്തി തരീന്ന് പറഞ്ഞിട്ട് വന്നിക്കണ കേട്ടോ. ഒരു ഭാഗം പൊളിച്ചപ്പോൾ തന്നെ ഉറപ്പാ പുഴു ഉണ്ട് എന്നുള്ളത്. മറ്റേ ഭാഗം പൊളിച്ചപ്പോൾ പുഴു ഉണ്ടോയെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ കേട്ടോ. പുഴു ഉള്ളിലുണ്ടെങ്കിൽ അതിനെങ്ങനെങ്കിലും പുറത്തെത്തിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഈ ഒരു ഞൊട്ടൽ കേട്ടോ. പണ്ട് മുതലേ അങ്ങനെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ ഞൊട്ടി വലിച്ചാൽ പുഴു ഉണ്ടെങ്കിൽ ഇറങ്ങി വരുന്നുള്ളത്. ഞങ്ങൾ കുറെ സമയം നൊട്ടി വിളിച്ചെങ്കിലും ആരും ഇറങ്ങി വന്നതൊന്നുമില്ല കേട്ടോ. ഇതിന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പുഴുവിന് ചൂടേക്കുവോ, നമ്മൾ ഈ നൊട്ടി വിളിച്ചതൊക്കെ കേൾക്കുവോ, എനിക്കറിയൂല കേട്ടോ. ഇനിയിപ്പോ ഒരു സ്പേസ് കിട്ടുമ്പോൾ പുഴു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാനുള്ള സമയം കൊടുക്കുകയാണോ അതും അറിയില്ല. എന്തായാലും കുറെ നേരം ഞൊട്ടി വിളിച്ചിട്ടൊന്നും ആരും വന്നില്ല. അതുകൊണ്ട് പിന്നെ ആ പീസിൻ്റെയൊക്കെ നൂല് വാങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മഴ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കാറ്റിന്റെ സാധ്യത വന്നിട്ടുണ്ടേനു. അപ്പൊ കിട്ടിയതേനു ആ 2 മാങ്ങകള്. പിന്നെ കറണ്ടിന് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്, മിക്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഞാനേ വേഗം മുട്ടക്കറിക്കുള്ളതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. സവോള അതാ ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചുകാണ്ട് ഞാൻ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പൊ ഇതാ നല്ലോണം ഇരുട്ടൊക്കെ മൂടി മഴ ഇപ്പൊ പെയ്യും എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. പ്രകൃതിന്റെ മൂടൽ കണ്ടാല് ഒരൊന്നൊന്നര മഴയൊക്കെയാരം എന്നുള്ളതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സവോള അവിടെ ഇട്ടത് കാര്യമൊക്കെ ഞാൻ എൻ്റെ അടുക്ക് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് താഴത്തേക്ക് ഓടി പറഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ സവോള ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഒക്കെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ പാടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉള്ളി എൻ്റെ അടുക്കൊക്കെ ഞാൻ ഇവിടെ കരിയിച്ച് വെച്ചിട്ടുണ്ടേനി. വല്ലാണ്ടാണ് കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോയ പോലെ തന്നെ ഞാൻ വേഗം വന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് എന്തോ ചെയ്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മറക്കും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് അരക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. അതൊക്കെ നമുക്ക് അരക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും ആ ഒരു 4 പൊടികൾ മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. മേഘത്ത് പെരും മഴയാണ് കേട്ടോ ഗൈസ്. 2 ദിവസം മഴയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യണത് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരാൾ ഫോണും വാങ്ങിപ്പോയതിന്. അപ്പോൾ ഓള് പകർത്തിയ വിഷ്വൽസ് ആണ് ഇത്. നല്ല മഴ വന്നെങ്കിലും കാറ്റും അതിൻ്റെ കൂടെ വന്നപ്പോൾ മഴ ഏതോ ഗതി മാറി എയിലോ പോയിന്. എന്നാലും ചെറിയൊരു മഴയൊക്കെ പെയ്ത് തണുക്കാനുള്ള വകയൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലകളും ആ സവോളയും ഒക്കെ എല്ലാതും കൂടി മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സവാള ആ ഒരു ഫ്രൈ ആക്കിയിട്ട്
പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിലും ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുള്ളൊരു കറി ഇനി കേട്ടോ. നല്ല ടേസ്റ്റ്. അല്ലെങ്കിലും സവാള ഫ്രൈ ചെയ്തിടുന്ന ബിരിയാണിയും ഒക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ, അതേപോലെ തന്നെയാണ് ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം അരച്ചുണ്ടാക്കുന്നത് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുട്ടയും ചേർത്തിട്ട് മുട്ടക്കറി റെഡിയായേ. ഇനി ഒരു ഇത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഇനി ഇന്ന് വൈകുന്നേരത്ത്. ആ കറി ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനുള്ള മൂടില്ല. അപ്പോൾ വേഗം തട്ടിക്കൂട്ടാൻ പറ്റുന്ന നെയ്ച്ചോറാണ്. പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഇവിടെ 2-3 ദിവസം മുന്നത്തെ ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ കല്യാണത്തിന് പോണീൻ്റെ തലേന്ന് ഉണ്ടാക്കിയ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ അതിക്ക് അത് മൊത്തത്തിൽ തികയില്ല. അപ്പോൾ അതിക്ക് തികയാത്ത കുറച്ച് മാത്രം വെച്ചിട്ട് ഇന്ന് ആ ചോറ് അങ്ങോട്ട് തീർക്കാൻ വിചാരിച്ചു. ഇനി ഇതിൽ കൂടുതൽ നിന്നാൽ ചിലപ്പോൾ ആ ചോറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ആ കോലത്തിലാവും. ഇത് നല്ലൊരു ഗ്ലാസ്സാണ് പോയത്. പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും പറ്റി ഇന്ത്യക്ക് ഒന്ന് പൊട്ടണുണ്ടെങ്കിൽ അത് പൊട്ടുക ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കാരണം നല്ല വഴുക്കലുണ്ടാകുമ്പോൾ ചിലപ്പോൾ കീന്ന് അങ്ങോട്ട് തേളിൽ പോകും. ഇനി ഉപയോഗിച്ച പരന്ന പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് കേകി വെക്കും. എന്നാൽ പിന്നെ വൈകുന്നേരത്തിന് അധികം പാത്രങ്ങളൊന്നും കേൾക്കാണ്ടാവില്ല. പിന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തത് കൊണ്ട് ഞാൻ കുഞ്ഞുട്ടിക്ക് കുളിച്ചാനുള്ള വെള്ളം തീ വെക്കാണ് കേട്ടോ. ചൂടാക്കി അതിങ്ങനെ ഞാനൊരു കുറഞ്ഞൊരു സിമ്മിലിട്ട് ഇങ്ങനെ വെക്കും. അപ്പം പിന്നെ ആൾ വരാനാകുമ്പോഴത്തേനും അതൊന്ന് ചൂടായി വരും. അങ്ങനെ എൻ്റെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങി ഞാനൊന്നിങ്ങനെ പുറത്ത് വന്നിരുന്ന് മഴ പെയ്ത ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഏതായി നിന്നു. ആ മലൻ്റെ അവിടെ ഇങ്ങനെ മൂടി നിന്നതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞിക്കണം കേട്ടോ. അപ്പം ഞമ്മക്കില്ല മഴയിലോ ഗതി മാറി പോയിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതിയിലേ പെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ അയലോകത്ത് അവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നല്ലോണം രീതിയിൽ പെയ്തിട്ടും ഉണ്ടാവും. എന്നാലും നമുക്കൊക്കെ ആശ്വാസം തന്നെയാണ് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് വെള്ളമായിട്ടും പിന്നെ ആ നല്ല ചൂടൊക്കെ ഒന്ന് കുറഞ്ഞല്ലോ. പിന്നെ രാത്രി ആയപ്പോൾ മക്കൾക്ക് ഇന്നിപ്പോൾ നെയ്ച്ചോറാണെന്ന് അറിഞ്ഞപ്പോൾ ഓൽക്കൊരു വിശപ്പ് കൂടുതൽ. അപ്പോൾ സേനക്കുട്ടനും നീക്കുട്ടിക്ക് ആ കറി നല്ലോണം ഇഷ്ടമായിക്കണം കേട്ടോ. അപ്പോൾ ഓൽക്ക് ആദ്യം തന്നെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ തിന്നിക്കണേ. ഇനിയിപ്പോൾ ചോറൊക്കെ തിന്ന് കുറച്ച് എനർജി ആയതല്ലേ, ആ എനർജി എവിടെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് കളയണ്ടേ. അപ്പം അതിനുള്ള പുറപ്പാടാണിത്. മീൻ പിടിച്ചത്രേ. പിന്നെ ഈശാമരുമിന്റെ ഇടയിൽ ഈ മീൻ പിടിച്ചാൽ മാത്രമൊന്നും നടക്കൂല കേട്ടോ. അതിന്റെ അടിയിൽ കൂടെ ഞാൻ മുസായി പൊതിപ്പിക്കലും പഠിപ്പിച്ചലും അതൊക്കെ അതിന്റെ അടിയിൽ കൂടെ നടക്കും. അതിന്റെ ഇടയിൽ അവിടെ രണ്ടാളും പാടെ തല്ലുകൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവിധ അംഗങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറുമൊക്കെ എത്തുന്നത്. അപ്പം ഞാൻ ചോറുന്നട്ടെ. അതിൻ്റെ ആ ഒരു കറിയിൽ അരച്ചെടുത്ത കറിയാണെങ്കിൽ ആ ഒരു പീസ് കിടക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഡയറക്റ്റ് അരച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില പീസുകൾ അരയാതെയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു കറിക്ക് ഈ ഒരു തൈരിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ കറി മാത്രം നെയ്ച്ചോറിൽ കുഴച്ച് തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ തൈര് ഞാൻ നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി ശീലമായതുകൊണ്ട് ഞാൻ തുള്ളി തൈരും ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ടോ. അന്ന് മക്കൾക്കൊന്നും ആ തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പറഞ്ഞാൽ ഈ കറി മാത്രം മതി, കറി നല്ല ടേസ്റ്റ് ഉണ്ടുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പിന്നെ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടായി കേട്ടോ. ഒരു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം കറിയൊക്കെ എടുത്ത് ഞാനും കഴിച്ചിട്ടുണ്ടായിന്. സമയം 10 മണിയായി. ഇവിടെ ഒരുത്തന് കടന്നുറങ്ങണമെന്ന് യാതൊരുവിധ ചിന്തയില്ല. ആള് പറഞ്ഞ് ഇന്ന് ഈ ബുക്കും കൂടി വായിച്ചിട്ടേ കടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. ഇത് ഞാൻ കുറേ മുന്നേ നീയക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിന് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് ഇപ്പോൾ ഇവനാണ് അധികം നോക്കിക്കൊണ്ട് അതിലുള്ള പിക്ചറൊക്കെ നോക്കുക. ചിലപ്പോൾ എന്നോട് കഥയൊക്കെ വായിച്ചു തരാനൊക്കെ പറയും. അപ്പം ഞാൻ ഇംഗ്ലീഷിലുള്ള കഥയാണ് കേട്ടോ, അതൊക്കെ വായിച്ചൊക്കെ കൊടുക്കലുണ്ട്. അങ്ങനെ അന്നത്തെ വീഡിയോ അവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടേന്. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. ഇപ്പം ഇടക്കിടക്ക് വീട്ടിൽ പോക്ക് ഒരു പതിവായിക്കണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചണ്ട. നമ്മൾ ഒരു തക്കാരത്തിന് പോവുകയാണ്. ആ തക്കാരം കഴിഞ്ഞ് ഇന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേണും പോരും കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് കയറി വന്ന് പിന്നെ പകുതിക്കൊന്ന് നമ്മൾ ബ്രദറിൻ്റെ ഒപ്പം കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഓനെന്തായാലും ഇടയ്ക്കര വരെ വരേണ്ട ആവശ്യം ഉണ്ടേനി. അപ്പം എന്നാൽ അവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് പോരണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഓൻ്റെ ഒപ്പം വണ്ടിക്കാണ് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇമ്മാനഞ്ചത്തിന്റെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പം അതിൻ്റെ സൽക്കാരം കേട്ടൊന്ന്. അപ്പം ആ സൽക്കാരത്തിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരുവിധമൊക്കെ ഇത് ഫുഡ് ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബീഫ് വരട്ടും ബീഫ് ചില്ലിയും പിന്നെ കാടമുട്ട അങ്ങനെ എന്തൊക്കെ 1-2 സാധനങ്ങളെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ.
അപ്പം വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ജ്യൂസിന്റെ സെക്ഷനാണ്. അപ്പോൾ മാംഗോ ജ്യൂസ് അടിക്കുന്ന തിരക്കിലാണ് ഞാൻ കേട്ടോ. ഫുഡ് എല്ലാതും കാറ്ററിംഗിൽ ഏൽപ്പിച്ചിരിക്കേനി കേട്ടോ. അപ്പോൾ നമുക്ക് 2 വിധം റൈസും മന്തിയും ബിരിയാണിയും പിന്നെ കാട ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈയും അങ്ങനെയൊക്കെ അതൊക്കെ ഏൽപ്പിച്ചിരിക്കേനി ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ബാക്കി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെക്കലും പിന്നെ ഐസ്ക്രീമും പിന്നെ എന്താ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ 1-2 ഐറ്റംസ് ഉണ്ടാക്കല് അതൊക്കെ ഉള്ളൂ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ജ്യൂസൊക്കെയുള്ള പഞ്ചസാരയൊക്കെ ഞാൻ അതിൻ്റെ അടുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചിട്ട് എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാനായിട്ടോ ചെയ്യണത്. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് കാടമുട്ട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത് കാടമുട്ട കൊണ്ടുവന്നത് കുക്കർക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ അല്ലല്ലോ പുഴുങ്ങി എടുക്കാനേ അതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില്ലിക്ക് ബീഫ് ചില്ലിക്കുള്ള മുളക് ക്രഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബീഫ് ചില്ലി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതേപോലെ തന്നെ കാടമുട്ടൻ്റെ മസാലയും ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വേഗം ജ്യൂസൊക്കെ ആക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഈ കാണിക്കണ എല്ലാതും ഞാൻ ചെയ്യണതൊന്നല്ല, പലരും ചെയ്യണത്. പിന്നെ അമ്മോൻ്റെ കുട്ടി വീഡിയോ എടുത്ത് തന്നതേനി കേട്ടോ. പിന്നെ ഓളതിന് ക്യാമറമാന്, അപ്പോൾ ഓളാണ് അധികം വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ മന്തിയും ബിരിയാണിയും ഒക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് പ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും കൂടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വിരുന്നാരൊക്കെ ഇരുന്നപ്പോഴേക്കും ഞങ്ങൾ ഇതവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് പ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി വെക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. അങ്ങനെ അടുത്ത് നമ്മളെ സെക്ഷൻ ആയിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ, ഇവിടെ നിൽക്കൊന്നുമില്ല. ആ ഫുഡ് കഴിഞ്ഞ് ഞാനൊരു 5 മണി 5:15 ബസ്സിന് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായിട്ടുണ്ടായിന്. അപ്പം അവിടുത്തെ സീനുകളാണ് ഇതൊക്കെ. മോട്ടർ എത്തിയിട്ട് കുറച്ച് ദിവസമായി എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേനു. അപ്പൊ ഞമ്മക്ക് കൂടുമ്പോ പണിക്കാർക്ക് കൂടുന്ന ദിവസം ഞമ്മക്ക് കൂടൂല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ നട്ടം തിരിഞ്ഞ് ഏതായാലും ഇന്നിപ്പോ പണിക്കാർ വരാനിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഓൽക്ക് ഡെയിലി പണി ലീവായതുകൊണ്ട് ഇതിപ്പോ ഒരു കുറച്ച് സമയത്തെ പണിയിലുള്ളൂ. അപ്പോൾ ഓല് വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ രാത്രി ആയിട്ടുണ്ടേനി ഓല് ഫിറ്റ് ചെയ്യലൊക്കെ തുടങ്ങിയപ്പോ. അപ്പം അജു പോയിട്ട് എടുത്ത വീഡിയോസ് ഇനിയിട്ടത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നിപ്പോൾ മോട്ടറൊക്കെ വെച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടേനു. ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ 2 ദിവസത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്നായാലും കമൻറ്റ് ചെയ്താലും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.